ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ കങ്കുവയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 1 മണിക്കാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ. ഓക്കെ, അനൗൺസ്മെൻറ്റ് തൊട്ടേ പടം എത്രമാത്രം ഒരു അട്രാക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്ക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു കങ്കുവ. സുരുത്തായ് ശിവ എന്ന് പറയുന്ന ഡയറക്ടറാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു പടം എന്നുള്ള രീതിയിൽ, സൂര്യയുടെ ഒരു പടം എന്നുള്ള രീതിയിലൊക്കെ വന്നതുകൊണ്ട് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടായൊരു പടമായിരുന്നു കങ്കുവ. ട്രെയിലർ കണ്ട് ഇതിന് മുന്നേ സിസിൽ എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു മണിക്കൂർ, ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിന് മുന്നേ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, പിന്നെ പ്രമോഷൻസ്, പിന്നെ പോസ്റ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ 2 minutes 48 seconds അങ്ങനെ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നതടി. ഫസ്റ്റ് തന്നെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, വിഷ്വൽസ്, ഓ മാൻ, ഇജാതി വിഷ്വൽസ്. ഇജാതി എന്ന് പറഞ്ഞാൽ അത്രയും കിട്ടുള്ള വിഷ്വൽസ്, അതായത് ഒരു വേൾഡ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടേ. ഇജാതി എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലടേ. സുരുത്തായ് ശിവ എന്ന് പറയുന്ന ഡയറക്ടറിന്ന് ഇത്തരത്തിലുള്ള സംഭവം പ്രതീക്ഷിച്ചില്ലടേ. അത് ഞാൻ യോജിക്കുകയാണ്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനടേ ആ ഒരു ഫാക്റ്റ്. പുള്ളി ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പുള്ളി ചെയ്ത പടം അണ്ണായത്തയ്യോ, രജനീകാന്തിൻ്റെ ഒരു പടമായിരുന്നടേ. ആ പടത്തിന് ശേഷമാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെ അത്രയും രീതിയിൽ ട്രോൾ ചെയ്യുക ഒരു സംവിധായകനാണ് പുള്ളി. മേക്കിങ്ങിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് തെളിയിക്കുന്നൊരു ട്രെയിലറായിരുന്നു. എന്നുവെച്ചാൽ ഒരു വേൾഡ് ഇജാതി നമുക്ക് ഒരു ഹോളിവുഡ് പടമാണ് കാണുന്നതൊക്കെ രീതിയിലൊക്കെ എനിക്ക് തോന്നി. കാരണം അപ്പോക്കലിപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് അതായിരിക്കും എല്ലാവർക്കും മൈൻഡിലേക്ക് ചിലപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു പടം എന്ന് പറയുന്നത്. കണ്ടിട്ടുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള വിഷ്വൽസ്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് പിന്നെ പറയാനുള്ളത്. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് എൻറ്റയർ ടീം. അതായത് ആർട്ട് വർക്ക്, നമ്മൾ പറയുന്നത് സെറ്റ് ഡിസൈനിങ്, കോസ്റ്റ്യൂം, പിന്നെ മേക്കപ്പ്, അതൊക്കെ ആ ഒരു സംഭവമൊക്കെ ഒരു ട്രെയിലറിൽ തന്നെയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഒരു സിനിമ വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ പറയാം. സിനിമ മുഴുവൻ ഇങ്ങനൊരു സംഭവം അല്ല എന്നുള്ളൊരു റൂമറും കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള സംഭവം. നമ്മൾ ഈ കണ്ടെടുത്തോളം വേറെ ലെവലിൽ സംഭവം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു രക്ഷയില്ല. ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ്ങും നമ്മൾ പറഞ്ഞില്ല, ആ ഒരു സെറ്റ്, ആ ഒരു വേൾഡ് ഒരു എൻറ്റയർ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു രക്ഷയില്ല. അതിലൊരു കോംപ്രമൈസും ഡയറക്ടർ ചെയ്തിട്ടില്ല എന്നുള്ളത് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയടി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഈ ഒരു സംഭവം, ഈ ഒരു പീരിയോഡിക് സെക്ഷൻ അല്ല മുഴുവൻ പടം. അതാണിപ്പം കൺഫ്യൂഷൻ. ഇവർ ഇതുവരെ വന്നിട്ടുള്ള കംപ്ലീറ്റ് ഐറ്റംസും ഈ ഒരു പീരിയോഡിക്, അതായത് ആ ഒരു ട്രൈബ്സിൻ്റെ ആ ഒരു സെഞ്ച്വറീസ് മുന്നേ ഉള്ള എന്നാണ് കഥയായിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കഥ വേറെ ഉണ്ടടേ. അതിലാണ് ദിഷ പട്ടാണിയൊക്കെ വരുന്നത്. ദിഷ പട്ടാണി അമ്മേ, പുള്ളിയാണ് ഇതിൽ, ദിഷ പട്ടാണിയാണ് ഇതിൽ നായിക. പുള്ളിക്കാരത്തിയുടെ ഒരു ഐറ്റം പോലും പുറത്ത് വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ പ്രസൻറ്റിൽ നടക്കുന്ന സംഭവം, ഫ്യൂച്ചറിൽ നടക്കുന്ന സംഭവം, പ്രസൻറ്റോ ഫ്യൂച്ചറോ എന്തരോ, അതിലുള്ള ഒരു സംഭവം ഇതുവരെ ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്തിനാണത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എനിക്കറിയില്ല. കാരണം നമ്മളിത് മുഴുവൻ ഈ ഒരു സിനിമ, ഈ സംഭവം പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അതല്ല കിട്ടുക. ധീരയൊക്കെ പോലെ അത് പ്രസൻറ്റിലുള്ള സംഭവങ്ങളും ഫ്യൂച്ചറിലുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുള്ളതൊക്കെ കണ്ടറിയണം. അതാണ് മെയിനായിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതെന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 2 പാർട്ട് ഉണ്ടെന്നുള്ളത് കൺഫേംഡ് ആയിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ ഇനി അതാണോ ഇനി വരാൻ പോകുന്ന ഈ ഫ്യൂച്ചറിലുള്ള സംഭവം, അല്ല ഇതിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടാണോ, ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബ്ലെൻഡ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ 7ാം അറിവൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതേപോലെ തന്നെയാണ് പാസ്റ്റും പ്രസൻറ്റും ബ്ലെൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു ഫസ്റ്റത്തെ ഒരു 10-15 മിനിറ്റുള്ള പോർഷൻ എത്രമാത്രം ഗംഭീരമായിട്ടുള്ള സംഭവമാണെന്ന് നമുക്കറിയാം. അതല്ലല്ലോ പിന്നെ അങ്ങോട്ട് കിട്ടിയത്. അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതും എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി, അല്ലെങ്കിൽ ഒരു കൺസേൺ. ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. ട്രെയിലറിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒരു രക്ഷയില്ല. അതായത് ആ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ വേറെ ലെവൽ സംഭവമായിരിക്കും. ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരുപാട് ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്നുള്ളതാണ് തോന്നണത്. അപ്പോൾ ഇതെന്തായാലും ഒരു 10-15 മിനിറ്റുള്ള ഒരു സംഭവം ആയിരിക്കില്ല, ഒരു അരമണിക്കൂറുള്ള സംഭവം ആയിരിക്കില്ല എന്നാണ് തോന്നണത്. എനിക്കറിയില്ല. അതിലാണ് ഏറ്റവും ടെൻഷൻ അടിക്കുന്നതും അതിലാണ്. അപ്പോൾ എത്രത്തോളം സിനിമ 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ഈ ഒരു പോർഷൻ, എത്രത്തോളം മറ്റൊരു പോർഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരുറപ്പുമില്ല. അപ്പോൾ ഇത് ഫുള്ള് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. നമ്മൾ ഇത് പ്രതീക്ഷിച്ച് പോയിട്ട് അവസാനം എക്സ്പെക്റ്റേഷൻ കൂടുതലാക്കി വെച്ചിട്ട് പോയിട്ട് പണി കിട്ടും, പടം പൊട്ടും, ആറ്റം ബോംബാകും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ട്രെയിലറിൻ്റെ ബേസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇജാതി ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിൽ
ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ പറ്റും പോസിറ്റീവ് ആണെങ്കിൽ. അല്ലെങ്കിൽ പടം 8 നില പൊട്ടും. കാരണം നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവണേ. എത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടായാലും ഇമോഷണലി കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നടക്കില്ല, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു BGM ഒക്കെ 2-3 സ്ഥലത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഒരു സാധനമുണ്ട്, സൂര്യനേ എന്നുള്ള മറ്റുള്ള സംഭവം. അത് നല്ല രീതിയിലൊരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടി. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത്. നോർത്തിൽ ക്ലിക്കാണല്ലോ പടം എന്തായാലും. 13 ലാംഗ്വേജിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്ര ലാംഗ്വേജിൽ വന്നാലും ബോളിവുഡ് മാർക്കറ്റിൽ ക്ലിക്കായിട്ടില്ലെങ്കിൽ പടം പൊട്ടും. ഇന്ത്യയിലുള്ള കളക്ഷൻ എന്തായാലും കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ബോബി ഡിയോളിനെ കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളി എന്തായാലും പെർഫോമൻസ് കൊണ്ട് അഴിഞ്ഞാടും എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ട് എനിക്കാണ് തോന്നുന്നത് ഒരു പക്ക വില്ലൻ, ഒരു മോൺസ്റ്ററസ് സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ വേറൊരു സംഭവം, ഈ സംഭവം നമ്മൾ ഇത്രയും ട്രെയിലർ കണ്ടിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പ്രൈമൽ കറേജ്, ബ്രൂട്ടൽ, അപ്പോക്കലിപ്റ്റോ മോഡാണ്. അപ്പോൾ അതെല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ചിലപ്പം ദഹിക്കണം എന്നില്ല, അങ്ങനൊരു സംഭവം കൂടി ഉണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു ഫാമിലി ഓഡിയൻസൊക്കെ ചിലപ്പോൾ കണ്ടിട്ട്, കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള അത്തരത്തിലുള്ളൊരു റോ ക്യാരക്ടറാണല്ലോ, അത്തരത്തിലുള്ളൊരു സ്റ്റോറിയും കൂടിയാണ്. എല്ലാവർക്കും ദഹിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ട്രെയിലർ എന്തായാലും പേഴ്സണലി ഞാനൊരു 5-ൽ 4 റേറ്റിംഗ് കൊടുക്കും. കാരണം അത്രയും ഞാൻ പറഞ്ഞില്ല, ട്രെയിലറിൻ്റെ സംഭവമാണ് പറഞ്ഞത്. ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മേക്കിംഗ് ആയാലും പിന്നെ വിഷ്വൽസ് ആയാലും വേറെ ലെവൽ സംഭവം. ബാക്കിയൊക്കെ ഇനി വന്നിട്ട് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെയാണെന്നുള്ളതും. എക്സാക്ട്ലി എനിക്കൊന്നല്ല, ഇന്ന് 10 കറക്റ്റ് 2 മാസം 2 മാസം കൊണ്ട് കങ്കുവ വരുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. പിന്നെ മതി.